ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവ ജനമേ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണങ്ങളിൽ നമുക്ക് ആനന്ദം ലഭിക്കുന്ന അനേക നിമിഷങ്ങളുണ്ട്. എന്നാൽ ചിലത് ഭക്ഷിക്കാതെയും ചിലത് കുടിക്കാതെയും വ്യർത്ഥമായതെന്ന് ബോധ്യപ്പെട്ടവയിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആത്മീയ ആനന്ദം ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ കുറേ കൂടി തെളിച്ചമുള്ളതാക്കുവാൻ, കുറേ കൂടി പ്രകാശമുള്ളതാക്കുവാൻ, ജീവിത വിശുദ്ധിയിലേക്ക് വളരുവാൻ, ദൈവത്തോടൊത്ത് വസിക്കുവാൻ, അവനോടൊപ്പം സഞ്ചരിക്കുവാൻ, മുഖതേജസ്സും മുഖശോഭയും നേടുവാനും ഒക്കെ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് സാധ്യമാകണം. അവിടെ ആത്മീയ ആനന്ദം കണ്ടെത്തുവാനും ദൈവത്തിൽ പരിപൂർണമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും ഹൃദയം ദൈവത്തിൽ വിശ്രമിക്കുവാനും ഇടയാകണം. ശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം ഇപ്രകാരം കാണുന്നു: എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ദൈവസന്നിധിയിൽ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മീകമായ ദാഹത്തെയും ആത്മീകമായ വിശപ്പിനെയും പരിപൂർണമായി ദൈവസന്നിധിയിൽ നിന്ന് തൃപ്തി അടയുവാനായിട്ട് സാധ്യമാകും. നോമ്പ് ഒരു മരുഭൂയാത്രയാണ്. മരുഭൂമിയിലെ കല്ലിന് പോലും അപ്പത്തിൻ്റെ രൂപവും രുചിയുമാണ്. എന്നാൽ ദൈവവചനത്തിന് അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി തരുവാനും ഈ നോമ്പിൻ്റെ ശാസനകൾ നമ്മുടെ ആത്മാവിനെ രൂപപ്പെടുത്തുവാനും ഒക്കെ ഇടയാകും. അങ്ങനെയെങ്കിൽ നോമ്പ് എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോമ്പ് ലളിതമായി പറഞ്ഞാൽ ഒരച്ചടക്കമാണ്. ലെൻറ്റ് ഈസ് എ ഡിസിപ്ലിൻ. നമ്മുടെ ജീവിതത്തെ വിനയപ്പെടുത്തുവാൻ, ദൈവസന്നിധിയിൽ വിലപ്പെട്ടവനാണെന്ന് തിരിച്ചറിയുവാനുമുള്ള ഒരച്ചടക്ക പരിശീലനമാണ് നോമ്പെന്ന് പറയുന്നത്. ഒരുക്കത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന സകലതിനെയും തുടച്ചു നീക്കുവാൻ, മനസ്സ് പരിപൂർണമായി ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ഒരുക്കുന്ന ഒരു ഉത്സവമാണ് നോമ്പെന്ന് പറയുന്നത്. ഇതൊരു പാകപ്പെടലിൻ്റെ അനുഭവമാണ്. എങ്ങനെയാണ് പാകപ്പെടുക? ഏതൊരു വസ്തുവും ഒരച്ചിൽ കൂടി കടന്നു പോകുമ്പോൾ ആ അച്ചിൻ്റെ രൂപം അത് സ്വീകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസി ക്രിസ്തുവാകുന്ന അച്ചിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ രൂപവും ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ സാദൃശ്യവും നാം ധരിക്കുകയാണ്. ആ ആകൃതി നമ്മിലേക്ക് ദൈവം പകർന്നു തരികയാണ്. പ്രിയമുള്ളവരെ, ഒരു വസ്തു ഒരച്ചിൽ നിന്ന് പാകപ്പെടുന്നതിന് മുമ്പ് അതിൽ നിന്ന് വേർപെട്ടു പോന്നാൽ അതിൻ്റെ രൂപം വികൃതമാകും. അതുകൊണ്ട് അച്ചിൽ ഒതുങ്ങി ആകൃതിപ്പെടുവാൻ നമുക്ക് സാധ്യമാകണം. ഇത് എങ്ങനെയാണ് സാധ്യമാകുക? വളരെ ലളിതമായി പറഞ്ഞാൽ, വ്യർത്ഥ സംഭാഷണങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും നാം പിന്മാറി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഇന്നലെ വരെ നാം ശ്രമിച്ചുകൊണ്ടിരുന്ന വിവിധങ്ങളായ ശബ്ദങ്ങൾക്ക് പകരമായി പരിശുദ്ധാത്മാവിൻ്റെ കീർത്തനങ്ങളെ ശ്രവിക്കുവാനിടയാകണം. വ്യർത്ഥ മാർഗങ്ങൾ വെടിഞ്ഞ് നന്മയുള്ള മാർഗങ്ങളെ പരിശീലിക്കുവാനിടയാകണം. അവിടെ ആകൃതിപ്പെടുവാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും നമ്മുടെ ആത്മാവിനെ ശോഭിപ്പിക്കുവാനും ഇടയാകും. അതുകൊണ്ടാണ് വ്യാഴം സന്ധ്യയിൽ ഇപ്രകാരം നാം പാടുന്നു: ആഹാരത്തോടൊപ്പം നിൻവായി ദുർവചനം വെടിയേണം, രാജാവേറും വാതിലിലൂടെ അന്യായം പുകിയതല്ലേ. നമ്മുടെ ഹൃദയത്തിൽ രാജാവ് പ്രവേശിക്കുന്നു. ക്രിസ്തുവാകുന്ന രാജാവ് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വാതിലുകളെ കാത്തു പരിപാലിക്കുവാൻ, അച്ചടക്ക പരിശീലനം നേടുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.